കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞു. അതായത് ഒരു വയനാട്ടിലെ ഒരു ചെടുത്തിയുടെ സാക്ഷ്യമാണ് ഞാൻ കേട്ടതാണ്. അതായത് അനിത എന്നാ ചേച്ചിയുടെ പേര്. അപ്പോൾ അവരുടെ സാക്ഷ്യം എന്ന് പറയുന്നത് അവർ ഉടമ്പടി എടുത്ത ഉടനെ ഒരു സ്വപ്നം കാണും. സ്വപ്നം കണ്ടു വെച്ച് കഴിഞ്ഞാൽ അവരെ ഒരു പാറപ്പുറത്ത് കയറ്റി നിർത്തും. ദൈവം ഒരു പാറപ്പുറത്ത് കയറ്റി നിർത്തും. എന്നിട്ട് പെട്ടെന്ന് 2 ചിറകുകൾ അവർക്ക് കൊടുക്കും. ഇവർ ഒരു പ്രഷിതയാണ് ശരിക്കും. ആ സ്ഥലത്തുള്ള സഭാപ്രവർത്തകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനമൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന പാർട്ടിയാണ്. പക്ഷെ അവരൊന്ന് ഉടമ്പടി എടുക്കാൻ കാരണം അവരുടെ ഒരു മകൾ 2 മക്കളുണ്ട്. 2 മക്കൾ, ഒരു മക്കൾ രണ്ടും ഒരേ സമയത്ത് ഇരട്ടസന്തതികളാണ്. ഒരേ സമയത്ത് ഇങ്ങനെ പഠിച്ചു വരികയാണെങ്കിലും ഒരു കൊച്ചിന് ഫിസിക്കലി ഹാൻഡിക്യാപ്പാണ്. അപ്പോൾ അവളോട് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇരട്ടസന്തതികൾ ഒരുമിച്ച് പഠിച്ചുകൊണ്ട് പോകുമ്പോൾ അവസാനം 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഒരുത്തിക്ക് പരീക്ഷ എഴുതാൻ പറ്റാത്തത് പറയുമ്പോൾ എന്ത് സങ്കടമായിരിക്കും. അപ്പോൾ അതാണ് അവരൊന്ന് ഉടമ്പടി എടുക്കുന്നത്. അതാണ് അവരുടെ സങ്കടം. അതാണ് ഉടമ്പടി എടുക്കുന്നത്. പിന്നെ അവിടെ ചേട്ടൻ്റെ വീടുണ്ട്. ഭയങ്കര ഒത്തിരി കല്യാണങ്ങളും തറവാട്ടിൽ ഒത്തിരി വിഭവം ഒരുമിച്ച് താമസിച്ചതും ഒത്തിരിയേറെ അടിയന്തരം നടന്ന പഴയൊരു വീടാണ്. പക്ഷേ ഒരിക്കലും ആ വീടൊന്ന് പൊളിച്ചു പണിയാനോ അവിടെ ഒന്ന് നല്ലവണ്ണം ഒരു മനുഷ്യനെ അന്തസ്സോട് ജീവിക്കാനോ പറ്റണില്ല. അപ്പോൾ അതും അവർ ഉടമ്പടി വിഷയമാക്കി. ഒരിക്കലും നടക്കാത്ത കാര്യമായതുകൊണ്ട് അതും ഉടമ്പടി വിഷയമാക്കി. ഈ ഹാൻഡിക്യാപ്ഡായിട്ടുള്ള മകൾക്ക് എങ്ങനെയെങ്കിലും അവളുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോയല്ലോ, അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തത്. പക്ഷേ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ്? അവരെ ഒരു പാറപ്പുറത്തേക്ക് ദൈവം കയറ്റി നിർത്തുന്നത്. പിന്നെന്താണ്? 2 ചിറകുകൾ നൽകപ്പെടുന്നു. ഉടമ്പടിയിൽ എപ്പോഴും ആൾക്കാർ സ്വപ്നം കാണും. ഞാനും കണ്ടിട്ടുണ്ട് സ്വപ്നം ചിറകുള്ള മാതാവിനെ. അത് ചിറകുള്ള ഇപ്പം നടന്നു വരണ കാര്യവും പറന്നു പോകുന്ന കാര്യവും സ്പീഡിന് വ്യത്യാസമുണ്ടല്ലേ? ഈ സ്പീഡാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പക്ഷേ പാറപ്പുറത്ത് കയറ്റി നിർത്തിയിട്ട് മാത്രമേ നിനക്ക് സ്പീഡ് ഉണ്ടാകത്തുള്ളൂ. ഈ കുഴഞ്ഞ ചേറ്റിൽ കിടന്ന് നിനക്ക് സ്പീഡ് കിട്ടത്തില്ല. നീ ആൾക്കാരുമായിട്ട് ഗുസ്തിയും വഴക്കവും വൈരാഗ്യവും മത്സരവും പ്രതികാരവും കേട്ട് ഇങ്ങനെ കുഴഞ്ഞ ചേറ്റിൽ നശക്കുഴി കിടന്നാൽ ഉടമ്പടി നിന്നെ പെട്ടെന്ന് പാറപ്പുറത്തേക്ക് കയറ്റി നിർത്തും. എന്താണ് പാറപ്പുറം എന്ന് പറയണത്? 4:7-24 എന്താണ്? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരെ പാറമേൽ തന്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യന് തുല്യമാണ്. അപ്പൊ ഭവനം പാറമേൽ പണി ചെയ്യുകയാണ് ചെയ്യണത്. അതിന് ബുദ്ധിപരമായ വിഷയമായിട്ടാണ് ദൈവം കാണുന്നത്. ഇന്റലക്ച്വൽ ഏർപ്പാടാണത്, ബുദ്ധിപരമാണ്, ഇമോഷണൽ അല്ല. ചൊല്ലുകയാണെങ്കിൽ ഇമോഷണലാണ് ഇല്ലേ? ആൾക്കാർ ചൊല്ലുമല്ല പ്രാർത്ഥനകളൊക്കെ, ഇമോഷണലായിട്ടൊക്കെ ചെല്ലും. കുരിശിൻ്റെ വഴിക്കൊക്കെ ചൊല്ലി ആൾക്കാർ കരയണം കണ്ടിട്ടില്ലേ? അപ്പോൾ കുരിശിൻ്റെ വഴി പിന്നെ ചിലപ്പോൾ സമയത്ത് ഭാഷാപരത്തിൽ പ്രാർത്ഥിച്ച് ആൾക്കാർ വിറച്ചതുള്ളും, ചിലപ്പോൾ കരയും, ചിലപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആൾക്കാർ കാണിക്കും. ഇമോഷണലാണ് അതല്ല. പക്ഷേ കർത്താവ് പറയണത് ഉടമ്പടി ജീവിതം ഇമോഷണൽ അല്ല, ഇൻ്റലക്ച്വലാണ്. അതാണ് വിഷയം. ചൊല്ലണ കാര്യങ്ങളല്ല, ഇമോഷണലാണ്. മനസ്സിലായില്ലേ? എത്രയും ചൊല്ല മതം 1000 പ്രാവശ്യം ചൊല്ലിയെന്നൊക്കെ പറയത്തില്ലേ? ചൊല്ലണ കാര്യം ഇമോഷണലാണ്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നീ ഒരു പാറപ്പുറത്തൊന്നും ആകത്തില്ല. അതാണ് വിഷയം. അതാണ് ഈ നാശക്കുഴി കിടന്ന് തന്നെ നിനക്ക് ചെല്ലൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഉടമ്പടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാറമേൽ തൻ്റെ ഭവനം പണി ചെയ്യണതാണ്, ചെല്ലുകയല്ല. ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ്. അപ്പോൾ ഉടമ്പടി ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ഏർപ്പാടാണ്. പാറ ഉണ്ടാകണതും ഈ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് കൊണ്ട് ജീവിതം പുനഃക്രമിച്ച് കഴിയുമ്പോൾ അവൻ പാറമേലായി. പിന്നെ ഉടനെ സ്പീഡ് നൽകും, ചിറക് നൽകും. അതാണ് വിഷയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ ബദിരിയായ കൊച്ച് അമ്മയോട് പറയും, അമ്മ ഞാനൊരു സ്വപ്നം കണ്ട് എനിക്ക് 84% മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞ്. അപ്പോൾ അമ്മ പറഞ്ഞ്, നിനക്ക് 84% മാർക്ക് കിട്ടത്തില്ല, പക്ഷെ നീ ജയിക്കും, നിന്നെ പരീക്ഷയ്ക്ക് അവരെടുക്കുമെന്ന് പറഞ്ഞ്. അതാണ് വിഷയം. അമ്മ കിട്ടിയിരിക്കുന്ന മെസ്സേജ് അതാണ്. പക്ഷേ 84% മാർക്ക് ചേച്ചിക്കാണ് കിട്ടിയത്, ഹാൻഡിക്യാപ്പ് അല്ലാത്ത ചേച്ചിക്ക്. പക്ഷേ ഹാൻഡിക്യാപ്പ് ഇവൾക്ക് കിട്ടിയിരിക്കുന്ന 79% മാർക്ക് കിട്ടി. കൈയിടിച്ച് കിടത്താൻ ഉടമ്പടിയെടുത്ത മക്കള് ഈശോ നിബന്ധനകളെ പാലിച്ച് അതുപോലെ വിശ്വാസം ഉയർത്തപ്പെടുവാൻ ഉടനടി പരിഹാരമേകും അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ഇത് ടെക്നിക്കലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഉടമ്പടി. അതെന്ത് സംഭവിച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഉൽപ്പത്തി 13:12 ടേക്ക് ദ വേർഡ് ഓഫ് ഗാഡ്.
ഉൽപ്പത്തി 13:12. ഉൽപ്പത്തി 13:12. അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി. അബ്രഹാം കാനാൻ ദേശത്ത് ഒന്ന് പറഞ്ഞേ. അബ്രഹാം കാനാൻ ദേശത്ത് താമസമാക്കി. ലോത്ത് സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു. ലോത്ത് സമതലത്തിൽ അവൻ സോതോമിനടുത്ത് കൂടാരമടിച്ചു. സോതോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിന്റെ മുൻപിൽ മഹാപാപികളുമായിരുന്നു. അപ്പൊ ഈ ആൾക്കാരുടെ കൂടെയാണ് നീ കൂടാരം അടിച്ചിരിക്കണമെങ്കിൽ നിന്റെ സഹവർത്തിത്വവും സൗഹൃദ വളയുമെങ്കിലും ഉടമ്പടി കിടക്കാൻ സാധ്യതയുണ്ട്. ഇറ്റ്സ് എ വെരി സീരിയസ് തിങ്. ഇത് 13:12 ലോത്ത് കൂടാരം അടിച്ചു. എബ്രഹാം ഹാരാനിൽ കൂടാരം അടിച്ചിട്ട് അവൻ ചെയ്തത് എന്താണെന്നറിയാമോ? അങ്ങനെ വചനമുണ്ട്, ബലിപീഠം നിർമ്മിച്ചെന്ന്. ശ്രുതിയുടെ മക്കളെ ഉൽപ്പത്തി 13:18 വായിച്ചോളൂ. അബ്രാം തന്റെ കൂടാരം മാറ്റി ഹെബ്രോണിലുള്ള മാമ്രയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം താമസമാക്കി. അവിടെ അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. ഇത് ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ബലിപീഠം വരുന്നത്. നമ്മൾ ആദ്യം മുതൽ നോക്കിയാൽ മനസ്സിലാകും. നമ്മുടെ ബലിപീഠം ഉടമ്പടിയല്ലേ? ഇല്ല, പുതിയ നിയമത്തിലെ ബലിപീഠവും കർത്താവിൻ്റെ പുതിയ ഉടമ്പടിയാണ്. അപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള നീ എൻ്റെ വചനങ്ങൾ നിർവർത്തിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അതാണ് ആ വചനം നിവർത്തിക്കാനും ആ നിവർത്തിച്ചു എന്നുള്ള കാര്യം അനുഷ്ഠാനങ്ങളിലൂടെ ദൈവതിരുസന്നിധി പ്രകടമാക്കാനുള്ള ഒരു മീഡിയമാണ് ഈ ബലിപീഠമായിട്ട് വരണത്. എബ്രഹാം ഉടനെ കവനൻ്റ് നവീകരിക്കുകയാണ് ചെയ്യണത്. ലോത്തുമായിട്ട് വിട്ടുപോരും. ലോത്തുമായിട്ട് പിന്നെ അവനെ സഹകരിക്കത്തില്ല. ലോത്തിന് വിട്ടു പോന്നിട്ട് ഹാരാനിൽ അവൻ കൂടാരം അടിക്കും. ലോത്തിൻ്റെ കൂടാരം അടിച്ചിരുന്നെങ്കിൽ കാര്യം എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എബ്രഹാം ഹാരാനിൽ നിന്ന് പോന്നു. അവൻ അവിടെ വളരെ മോശമായ ഒരു സാഹചര്യത്തിൽ ജീവിച്ച ആളാണ്. അങ്ങനെ എബ്രഹാം അല്ലെങ്കിലും ആ നാട്ടുകാർ വൃത്തികെട്ട മനുഷ്യരാണ്. അപ്പം അങ്ങനെയുള്ള മ്ലേച്ഛമായ ദൈവത്തെക്കുറിച്ച് ചിന്തയില്ല, അത് സാൻമാർഗ്ഗ ജീവിതത്തെക്കുറിച്ച് ബോധമില്ല. അങ്ങനെയൊക്കെ ജീവിച്ച ഒരു അച്ചടക്കമില്ലാത്ത ജീവിതത്തിൽ നിന്ന് എബ്രഹാത്തിനെ ദൈവം വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ദൈവത്തിന് ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ലക്ഷ്യത്തെ ലോത്ത് എബ്രഹാം തന്നെ അട്ടിമറിക്കും. എന്താ കാര്യം? ലോത്തിനെ കൂടി കൊണ്ടുപോരും. അതാണ് വിഷയം വേണ്ടത്. ലോത്തിനെ കൂടി കൊണ്ടുപോരും. നമ്മളിപ്പോൾ കോവിഡിൻ്റെ മാസ്ക് ഒക്കെ വെച്ച് നടക്കത്തില്ല ആൾക്കാർ ഇല്ലേ? ആ മാസ്കിൽ തന്നെ അണുക്കളുണ്ടെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? മാസ്ക് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് വിഷയം വേണ്ടത്. മാസ്കിൽ തന്നെ അണുക്കളുണ്ടെങ്കിൽ മാസ്ക് വെച്ചൊരു കാര്യമില്ല. അപ്പോൾ ഈ അണുക്കളുള്ള മാസ്കുമായിട്ടാണ് എബ്രഹാം പോകുന്നത്. ആ ലോത്തിനെ കൂടെ കൂടിക്കൊണ്ട് പോകുന്നത്. അത് ദൈവത്തിന് ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ നിൻ്റെ കൂട്ടുകെട്ട് എന്താണെന്ന് നീ നോക്കണം. ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നിൻ്റെ കൂട്ടുകെട്ട് എന്താണ്? നിങ്ങൾ അവരുടെ സംസാര രീതികൾ എന്താണ്? അവരെന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അവരും ചിലപ്പോൾ നിൻ്റെ കൂടെ വന്ന് ഉടമ്പടി എടുത്തെങ്കിലും അവർ പറയും വല്ലപാട് ഇതൊന്നും അവസാനിപ്പിക്കണം, എന്നിട്ട് വേണം അടിച്ചു പൊളിക്കാൻ. അങ്ങനെ ജീവിക്കുന്ന ആ ലോകചിന്ത ഉള്ള ആൾക്കാരുണ്ട്. ഇങ്ങനെ ലോത്തുമാരോട് ഗുഡ് ബൈ പറയേണ്ടി വരും. ലൂത്ത് ഗുഡ് ബൈ പറഞ്ഞില്ലെങ്കിൽ ദൈവം അതായത് നീ ദൈവത്തിൻ്റെ ആളാണെങ്കിൽ നിന്നെക്കൊണ്ട് എബ്രഹാത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് വെട്ടിമുറിച്ച് ലോത്തിനെ കളയണം. കണ്ടില്ലേ? ലോത്തിനെ കളയും. എബ്രഹാം വലിച്ചുകൊണ്ട് നടന്നിട്ട് പോലും അവിടെ അടിയുണ്ടാക്കി. നീ ആരെങ്കിലും കൂടെ കൊണ്ടു നടന്നാൽ അവൻ തന്നെ നിനക്ക് പണി തരും. ദൈവത്തിന് നിരക്കാത്ത ബന്ധങ്ങളോ സ്വന്തങ്ങളോ ഉണ്ടാക്കിയാൽ അവരിലും തന്നെ പണി തരും. എബ്രഹാത്തിന് ലോത്തുമായിട്ട് അടിയുണ്ടായില്ലേ? അടിയുണ്ടാക്കിയ വെച്ചാൽ അത് എരന്ന് മേടിച്ച് അടിയണത് ഉറപ്പല്ലേ? നിങ്ങൾ ദൈവത്തെ മാറ്റി നിർത്തി മാനുഷ്യമായ ഒത്തുതീർപ്പിന് വന്നപ്പോൾ അടി എരന്ന് മേടിക്കും ആൾക്കാർ. എബ്രഹാം അങ്ങനെ അടി എരന്ന് മേടിച്ച ആളാണ്. എന്താ കാര്യം? ലോത്തിനെ കൊണ്ടുപോകുന്നു. അപ്പോൾ ലോത്തിൻ്റെ ഇടയന്മാർ എബ്രഹാത്തിൻ്റെ ഇടയന്മാർ തമ്മിൽ അടിയായി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഉൽപ്പത്തി 13:5-6. അവന്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിൻപറ്റങ്ങളും കന്നുകാലിക്കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല. കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ഒന്നിച്ച് പാർക്കുക വയ്യാതായി. അങ്ങനെ അബ്രാമിന്റെയും ലോത്തിന്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ കലഹം എബ്രഹാം ഇരന്ന് മേടിച്ചതാണ്. മര്യാദക്ക് അവിടെ നിന്ന് ഒറ്റക്ക് പോന്നാൽ മതിയായിരുന്നു. ഈ കണ്ടാമൃഗത്തിനെ കെട്ടിയെടുത്തുകൊണ്ട് വരേണ്ട ഒരു കഥയും ഇല്ലായിരുന്നു. അപ്പോൾ വിളിച്ചുകൊണ്ട് പോകുന്ന ഇപ്പം തന്നെ നിങ്ങൾക്ക് തന്നെ ചില എന്തുകൊണ്ടാണ് ചില മലയാളികൾ ഗൾഫിലും കാനഡയിലൊക്കെ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ടുപോകാത്തത് എന്താണ്? ഇവൻ അവിടെ വന്ന് വീട് തന്നെ പണി കൊടുക്കും. എത്ര പേർക്കാണ് പണി കിട്ടിയിരിക്കുന്നത്? അപ്പോൾ കൊണ്ടുപോകുമ്പോൾ നേരത്തെ നിങ്ങൾ മുൻകൂർ ജാമ്യം എടുക്കണത് നിന്നെ ഞാൻ കൊണ്ടുപോവുകയാണ്. പക്ഷേ നീ വന്ന് അവിടെ വന്ന് എനിക്കിട്ട് പണിയരുത്. എന്താ കാര്യത്തിൽ ഇവൻ ഈ കൊണ്ടുപോകണവന് വിദ്യാഭ്യാസം ഉണ്ടാവും കൂടുതൽ. മറ്റൊരു കൊണ്ടുപോയവന് വിദ്യാഭ്യാസം കുറവായിരിക്കും. ഇവൻ അവിടെ ചെന്നിട്ട് ഇവൻ മാനേജറായിട്ട് ഇവനെ എങ്ങനെയും പുറത്ത് പോച്ച് അടിക്കാനായിരിക്കും നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ മ്ലേച്ഛന്മാരായ മനുഷ്യർ ലോകത്ത് ഇത്തിരി ഉണ്ടാവും. ലോത്തുമാരുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവം നിന്നോട് വരാൻ പറയുമ്പോൾ നീ ആണ് വരേണ്ടത്. പിന്നെ ദൈവത്തെ നിരക്കാത്തവരെ വലിച്ചു കയറ്റി നിന്നെ കൂടെ കൊണ്ടു നിർത്തരുത്. എന്ന് വെച്ചാൽ നിന്നെ ദൈവത്തിൽ നിന്ന്, അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ സഹോദരനെ സ്നേഹിക്കേണ്ടെന്നല്ല, നിന്നെ ദൈവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധ്യതയുള്ളവരെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി. കാര്യം അവന് ഇംഗ്ലണ്ടിൽ ഒരു പരിചയമില്ല, ഒരു പിടിപാടും ഇല്ല. അപ്പോൾ അവന് ഇംഗ്ലണ്ടിൽ പോകണം. അവന് വിസ എല്ലാം ഓക്കെ ആയി, പക്ഷേ താമസ സ്ഥലം ഓക്കെ ആയില്ല. അപ്പോൾ ആ മാതാവിൻ്റെ അടുത്ത് വന്ന് കണ്ണീരിട്ട്, മാതാവേ എനിക്ക് താമസിക്കാൻ ഒരു പരിചയമില്ല, ഞാൻ എൻ്റെ നാട് തന്നെ വിട്ട് ഒരിടത്തും പുറത്ത് പോയിട്ടില്ല, പിന്നെ ഞാൻ ഇംഗ്ലണ്ടിൽ പോയിട്ട് ഇവിടെ പോയി താമസിക്കാനാണ്
എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ അതാകുമ്പോൾ ഇന്ന് കരചെയ്യും. അപ്പോൾ അമ്മയുടെ രീതി വെച്ചാൽ അമ്മയുടെ എല്ലാ സ്റ്റോക്ക് ഉണ്ടല്ലോ, അമ്മ ഇങ്ങനെ കലവറ കാണിച്ചു കൊടുക്കോട്ടെ. അമ്മ അവനൊരു ഇൻറ്റിമേഷൻ കൊടുത്തു, നീ ചുമ്മാ UK ഫ്രണ്ട്സിൻ്റെ ഇൻ്റർനെറ്റിലൊന്ന് സെർച്ച് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു സെർച്ചിൽ ഒരു ചേട്ടായിയെ കണ്ട്. അപ്പോൾ ഉടനെ ചേട്ടായി പണ്ട് ഇവൻ്റെ കൂടെ പ്രവർത്തിച്ചതാണ് ഈ ജീസസ് യൂത്തിൽ. അപ്പോൾ ഇവൻ പറഞ്ഞ്, ചേട്ടായി ഞാൻ അങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് താമസിക്കാൻ സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഉടനെ ചേട്ടായി പറഞ്ഞു, നീ എളുപ്പം കയറി പോരൂ, നമ്മളിവിടെ 3 ക്രിസ്ത്യൻസാണ് ഉള്ളത്, 5 പേരുണ്ട്, 2 പേര് നോൺ ക്രിസ്ത്യൻസാണ്, 3 പേര് ക്രിസ്ത്യൻസാണ്. എൻ്റെ കാറിലാണ് അവരെ ഞാൻ പള്ളി കൊണ്ടുപോകുന്നത്, നിന്നെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം, എളുപ്പം വരാം പറയാം. അപ്പോൾ പെട്ടെന്നാണ് എൻ്റെ മക്കളെ, നിങ്ങൾ സത്യസന്ധമായിട്ടാണ് ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങൾ ഉടമ്പടി ഉപ്പ് നോക്കാൻ വന്നാൽ മിക്കവാറും ചുണ്ട് നോക്കി തമ്മിൽ നല്ല വീക്ക് തരാൻ സാധ്യതയുണ്ട്. അത് ദൈവത്തെ പരീക്ഷിക്കാൻ വരിക. മറിച്ച് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ദൈവമേ നീ മാത്രമേ ഉള്ളൂ, നീ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെടാത്തവനായി ജീവിക്കും എന്ന് പറഞ്ഞ് കണ്ണീരിട്ട് കഴിഞ്ഞാൽ കർത്താവ് ചൂണ്ടിക്കാണിച്ചു തരും. നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. അപ്പം അങ്ങനെ പെട്ടെന്ന് എല്ലാം സെറ്റാവും. ദൈവത്തിൻ്റെ ഒരു വിടലെന്ന് വെച്ചാൽ ഉടനെ ചിറക് കിട്ടണമെന്നില്ല. ആ ചേച്ചിയുടെ മെസ്സേജ് എന്താ, കുഴഞ്ഞ് മറിഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്ന് പാറമേൽ ദൈവം കയറ്റി നിർത്തിയിട്ട് 2 ചിറക് കൊടുത്തു. ചിറക് കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡാക്കിയെന്ന് എൻ്റെ അർത്ഥം. നിൻ്റെ ജീവിത പ്രശ്നങ്ങളെ പെട്ടെന്ന് സ്പീഡാക്കും. പക്ഷേ എങ്ങനെയാണ് സ്പീഡാകണത് അതറിയണം. വെറുതെ കുത്തിയിരുന്ന സ്പീഡാകത്തില്ല. പാറ 7-24 വർക്ക് ചെയ്യണം അവിടെ. ദൈവവചനം കേൾക്കണം, പിന്നെന്താണ് അതനുസരിച്ച് ജീവിക്കണം. അപ്പോഴേ പാറമേൽ തൻ്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യ തുല്യനാണ്. അതായത് ടാപ്പിംഗ് ഓഫ് ഗ്രേസ് ഒരു ഇൻ്റലക്ച്വൽ ബിസിനസ്സാണ്, മനസ്സിലായോ? ടാപ്പിംഗ് ഓഫ് ഗ്രേസ്, കൃപ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, റബ്ബർ ടാപ്പിംഗ്, ചർമ്മ ഊറ്റിയെടുക്കുക എന്നാണ് പരിപാടി. അതുപോലെ നമ്മൾ ഉടമ്പടിയിൽ ഗ്രേസ് ടാപ്പിംഗാണ് നടക്കുന്നത്, കൃപ കളക്ട് ചെയ്യണതാണ്. അത് ഒരു ഇമോഷണൽ വിഷയമല്ല, ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണെന്ന്. അത് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ എന്തുമാത്രം നിങ്ങൾ അത് എന്തുമാത്രം ചെയ്യുന്നു, ബുദ്ധിപരമായിട്ട് ആ വിഷയം ചെയ്യുന്നു, ചൊല്ലിയത് കൊണ്ട് കാര്യമില്ല. അപ്പോൾ എന്തുമാത്രം ചെയ്യുന്നു അതനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ ഗ്രേസ് കലിബർ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ശ്രുതികട ഹല്ലേലൂയ. വചനം കേട്ട് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി വചനം നടപ്പിൽ വരുത്തുവാനുള്ള വലിയ അഭിഷേകം ഈ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കും.